യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇത് കേൾക്കാം. ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് ഹിന്ദു വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഭജനുകളിൽ ഒന്നാണ്. അവർ നല്ല മനോഹരമായ ഭജൻ. ആ ഭജനിലൊരു ഒരു പാട്ടുണ്ട്, പറയരുതേ രാധ അറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം എന്നാണ്. ഇപ്പൊ സഖാക്കൾ പാടുന്നത് പറയരുതേ കേരളം അറിയരുതേ ഇത് പിണറായി വിജയൻ രഹസ്യം എന്നാണ്. പക്ഷെ നിങ്ങൾ കേട്ടോ, അയ്യപ്പന്റെ കൃപ കൊണ്ട് പിണറായി വിജയന്റെ സകലമാന കള്ളത്തരങ്ങളും ദിവസമായിട്ട് പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളോട് പറയണത് ജനാധിപത്യത്തിന്റെ ഒരു മര്യാദ വെച്ചിട്ട് ഞാൻ പറയാണ്, രാഷ്ട്രീയം കഴിയും, ഉറപ്പാണ് പിണറായി വിജയൻ ഇറങ്ങും. നാളെ വേറൊരു ഗവൺമെന്റ് വരിക, പിന്നെ അതിൻ്റെ ഒരു ആവേശത്തിലാവുക, ഈ കട്ടതൊക്കെ മറക്കുക. ഉണ്ടാവില്ലെന്ന ഉറപ്പാണ് വി.ഡി. സതീശൻ മലയാളിക്ക് നൽകിയത്. കട്ടവനെ കൊണ്ട് കക്കിച്ചിട്ടേ അടങ്ങൂ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ പ്രയോഗിക്കുക. ആ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കില്ല, നടക്കാൻ പാടില്ല. ചെറിയ പണമല്ല, ഭദ്രമായി മക്കൾക്കും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും 10 തലമുറ പാർക്കാനുള്ള പണം കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഊരാലിങ്കൽ ഞാൻ പറഞ്ഞു കൽപ്പറ്റയിൽ, മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾ. ഞാനത് കൽപ്പറ്റ അങ്ങാടിയിലല്ല, അതാ സിദ്ദീഖിന്റെ അടുത്തുണ്ട്. സിദ്ദീഖൻ എനിക്ക് ആ കണക്ക് കാണിച്ചു തന്നു. 1000 ചില്ലാനം കോടിയുടെ പണം ഈ ഒരൊറ്റ വയനാട് പ്രോജക്ടിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ആ പണം കൊടുക്കുന്നത് ഞാൻ പിന്നെയും എനിക്ക് മനസ്സിലാവണില്ല. ചെറിയ കാലം മുതൽ നമ്മളിവിടെ പഞ്ചായത്ത്, ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളെന്ന നിലക്ക് എനിക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര കോൺട്രാക്ടർമാരുണ്ടായിരുന്നു, എത്ര ചെറിയ ചെറിയ കോൺട്രാക്ടർമാർ. ചിലപ്പോൾ യൂത്ത് ലീഗുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ, DYFIക്കാരൊക്കെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഇങ്ങനെ നടക്കും. കുറെ കഴിയുമ്പോൾ അവരൊരു ലീഗിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒരു കാരണവർ പറയും, എന്ത് ആരെയും വിളിച്ചിട്ട് പറയും, നീ ഇങ്ങനെ വെറുതെ നടക്കലടാ, അതാ 3-ാം വാർഡിൽ റോഡ് വരുന്നുണ്ട്, ഒരു ഇടവഴി, നീ അതൊന്ന് കല്ലൊക്കെ ഒന്ന് വിട്ടിട്ട് ടാർ ചെയ്യ്, അതിന് പൈസ വെച്ചിട്ടുണ്ട്. അവൻ ആ പണിയെടുക്കും. അന്നത്തെ കാലത്താണെങ്കിൽ ഒരു 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം, ഇന്നത് 10-25 ലക്ഷം അല്ലെങ്കിൽ കോടി കൊടുക്കും. അയാള് ആ ചെറിയ ഇടവഴി ടാർ ചെയ്യും. ടാർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൈസ അയാൾക്ക് ബാക്കി ഉണ്ടാവും. പിന്നെ അതൊരു തൊഴിലായി ചെറിയ ചെറിയ കോൺട്രാക്ടർ വർക്കുകൾ എടുത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കോൺട്രാക്ടർമാർ, ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾ വന്നാലും, ഇതാ ഈ ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ പണി നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം, അന്നത്തെ കാലത്താണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക ഏത് രാഷ്ട്രീയക്കാരും ആദ്യം കോൺട്രാക്ടർമാരെയാണ്. അവരെടുത്ത് പോകും, പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. അവര് തിരിച്ച് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. എല്ലാവരുടെയും സഹായവും സൗഹൃദവും ഒക്കെ ആവശ്യമുണ്ട്. കോൺട്രാക്ടർമാർ പണം കൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു പിരിവിന് വേണ്ടി ഒരു കോൺട്രാക്ടറുടെ വീടിന്റെ പരിസരത്ത് പോയാൽ പട്ടിയെ ഓടിച്ചിട്ട് കടിപ്പിക്കും അവൻ രാഷ്ട്രീയക്കാരെ. അറിയോ നിങ്ങള്, ഒരൊറ്റ കോൺട്രാക്ടർ ഇല്ല. വയനാട്ടിൽ എത്ര കോൺട്രാക്ടർമാരുണ്ടായിരുന്നു എനിക്കറിയാം. ഞാൻ കാസർഗോഡൊക്കെയുള്ള കോൺട്രാക്ടർമാർ, കേരളത്തെ നിയന്ത്രിക്കുന്ന പ്രവാസി പണത്തിന് തുല്യമായ ധനാഢ്യന്മാർ എത്ര പേർ, കോഴിക്കോട് എത്ര പേർ, മലപ്പുറത്ത് എത്ര പേർ, എല്ലാ കോൺട്രാക്ടർമാരും തകർന്നു, ചെറുകിട കോൺട്രാക്ടർമാരടക്കം. നിങ്ങൾ അറിയുമോ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്ലാന്റുകൾ ഉണ്ടാക്കാൻ ഇവർ തീരുമാനിച്ചു. ആര്? ഈ പറയുന്ന ഊരാലുങ്കൽ പിണറായി വിജയന്റെ ബിനാമിയാണത്. ഇയാളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൊണ്ടുപോയി വെച്ചതാണത്. ഞാൻ നിയമസഭയുടെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, നിഷേധിച്ചിട്ടില്ല. ഇത്ര വലിയ കോടികളുടെ ആസ്തിയുള്ള കമ്പനി എന്തുകൊണ്ടാണ് അവരുടെ ആസ്തി വെളിപ്പെടുത്താത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മെനഞ്ഞാന്ന് വി.ഡി. സതീശൻ വന്നപ്പോ ഇവിടുത്തെ കോൺട്രാക്ടർമാർ, കൺസ്ട്രക്ഷൻ വർക്ക് മേഖലയിലുള്ളവരൊക്കെ അദ്ദേഹത്തെ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ജനവിഭാഗം ഇല്ലാതെയായി. അവർക്ക് പണിയെടുക്കാൻ വയ്യ. ഗവൺമെന്റിന് ഊരാലുങ്കൽ പോയാൽ വേറെ ഒന്നും വേണ്ട. ഇവിടെ ഒരു കോൺട്രാക്ടർ പോയാൽ എന്താ സ്ഥിതി? AS വേണം, TS വേണം. അവിടെ ഒരു എഞ്ചിനീയർ വന്നിട്ട് കനിഞ്ഞ് അനുഗ്രഹിക്കണമെങ്കിൽ എന്തെല്ലാം, ആരുടെയൊക്കെ കാല് പിടിക്കണം. എന്നാൽ ഒന്നും വേണ്ട. ഊരാലുങ്കലിന്റെ എഞ്ചിനീയർ പറയും ഈ റോഡിന് എത്ര കോടി വേണം, അവര് തീരുമാനിക്കും. അത് ക്യാബിനറ്റിലേക്ക് പോകും, അതങ്ങ് അംഗീകരിക്കും. ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെതല്ല, ഊരാലുങ്കലിന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്. പിന്നെ അവര് പറയുന്നവര് വരണം, അവര് പറയുന്ന പോലെ ചെയ്തു കൊടുക്കണം. എന്നിട്ട് നമ്മളൊക്കെ പറയാറുണ്ട് എബോ കിട്ടാൻ. അതൊക്കെ ഒരു കോൺട്രാക്ടറുടെ ജീവിതത്തിൽ ചിലപ്പോഴും സ്വപ്നമായിരിക്കും. പക്ഷെ ഇവരെഴുതിയെടുക്കും. 1-2 കോടിയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശബരിമലയിലെ വെട്ടിപ്പ് നടത്തുമ്പോ ആ വെട്ടിപ്പിലെ മുഖ്യപ്രതി ഊരാലുങ്കലാണ്. അറിയോ നിങ്ങള്, അവിടുത്തെ ഒരു 10 കോടി രൂപയുടെ ഇവന്റ് മാനേജ്മെന്റ് അതിന്റെ പദ്ധതി ഏറ്റെടുക്കുന്നത് ഊരാലുങ്കൽ. ഊരാലുങ്കൽ ഏതാണ്? പിണറായി വിജയന്റേതാണ്. ഇത് പറയുന്നതാണ് ദേഷ്യം. ഒരു മനുഷ്യൻ നിന്ന് കക്കുക, പറയുന്നവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുക. അതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, എല്ലാവരുടെ പേരിലും, എന്നെ മാത്രമൊന്നല്ല, വി.ഡി. സതീശന്റെ പേരിൽ എത്ര കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു, ഏതെല്ലാം തരത്തില്. എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ജീവിതത്തിൽ, ഒരു പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും ഭയക്കുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അഴിമതി